ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കല്യാണ ചെക്കന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകട്ടെ. വേറൊന്നുമില്ല, ചെറിയൊരു ഗ്രൂം ടു ബി. അപ്പം ഇത് ചെക്കൻ അറിയൊന്നുമില്ല. അപ്പം നമ്മൾ ഈ വീട്ടിൽ വെച്ചിട്ടാണ് കേക്ക് കട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് കല്യാണ ചെക്കൻ്റെ വീട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ബ്ലാക്ക് തീമിലാണ് ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി ചെക്കനെ വിളിച്ച്, അപ്പോൾ ചെക്കനൊന്നും അറിയില്ല കേട്ടോ. ചെക്കന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂചന കിട്ടിയിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരുന്നതൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടാവും. കാരണം അവൻ ആ വീട്ടിലിരുന്നാൽ ഞങ്ങൾ ഇവിടെ കിടന്ന് കളിക്കണമൊക്കെ അവനക്ക് കാണാമല്ലോ. ചിലപ്പോൾ അവനില്ലായിരുന്നു, എന്നാൽ കൂടി ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ ഇത്തിരി നേരം വൈകിയോണ്ട് ഇവിടെ ഡിസൈൻ ചെയ്യാനും ഇങ്ങനെ ബലൂണ് ഇതാക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. കാരണം മക്കൾക്ക് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ അവർ സ്കൂളിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഈ ഫംഗ്ഷന് അറേഞ്ച് ചെയ്തത്. അപ്പോൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഇവർ ഉച്ചയ്ക്ക് തന്നെ എന്ത് ചെയ്ത് കുറച്ച് ഈ ബലൂൺ വീർപ്പിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കൂല. കുട്ടികൾ വരുന്നതിന് മുമ്പേ അത് ചെയ്യാമെന്ന് വിചാരിച്ച് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മക്കളാരും സ്കൂളിൽ പോവില്ല. അപ്പം അവർ പോയ ഗ്യാപ്പിൽ ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികളെല്ലാവരും തന്നെ തിരിച്ച് വന്നിട്ടാക്കുക കേക്ക് കട്ടിങ് എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. അത് അതേപോലെ തന്നെ ഒക്കെ ചെറിയ രീതിയിൽ ഒക്കെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സെറ്റപ്പ് ചെയ്തു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ ചെക്കൻ ഇങ്ങനെ കട്ട് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളും കൂടി വരാണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോയിൽ കിട്ടണ്ടേ. അപ്പോൾ ആദ്യം കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത്. കാരണം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിൻ്റെയും കോലം എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കേക്ക് ആവാം മുഖത്ത്, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഫേസ് ഒക്കെ ഇതായിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ കഴിയില്ല എന്നുള്ളതിനും കൊണ്ട് തന്നെ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഫോട്ടോസൊക്കെ അങ്ങോട്ട് എടുത്തു. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ പെണ്ണുങ്ങളാണ് കേട്ടോ അധികം, ഫുള്ളും ഓൾമോസ്റ്റ് എല്ലാവരും പെണ്ണുങ്ങളാണ്. അങ്ങനെ പെണ്ണുങ്ങളും കുട്ടികളും ഉമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പലരും തമാശകളൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ തന്നെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മഞ്ഞക്കല്യാണമാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് കേട്ടോ ഈ ഒരു പരിപാടീൻ്റെ ഇടയിൽ കൂടെ തന്നെ. ഇത് മൊബൈലിൽ കൊള്ളണ്ടേ ഇനി അവളെ കണ്ണാടിയൊക്കെ പാടെ മൊബൈലൊന്നും വലുതാക്കാൻ പറയണം. ഇത് അടിപൊളി ഫോട്ടോ, ഇങ്ങനെ നിൽക്കണം എല്ലാവരും. അങ്ങനെ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം ഷനിക്ക എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ അവൻ്റെ പിന്നാലെ നടക്കുന്ന മക്കളാണ് ഇതൊക്കെ. അപ്പം അവർക്ക് അവൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതങ്ങനാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കേക്ക് തിന്നാനൊക്കെ കാത്ത് നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ പ്രത്യേക ഒരു സുഖമാണ് അല്ലേ. ആ ഒരു ഹാപ്പി മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പി ഉണ്ടാവും ഇല്ല. അതേ സ്ഥാനത്ത് നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബും പ്രത്യേക ഒരു സന്തോഷമൊക്കെ അല്ലേ. അങ്ങനെ ചെക്കൻ സെറ്റായി നിൽക്കുക കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്നാണ് ഓർമ്മ വന്നത് കണ്ണാടി വെച്ചിട്ടില്ല എന്ന്. അങ്ങനെ കണ്ണാടിക്ക് വെച്ച് ചെറുതായി കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റിൽ തന്നെ ചെക്കൻ്റെ ഉമ്മക്ക് കൊടുത്തു. അങ്ങനെ പിന്നെ ബാക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ബാക്കിയുള്ളൊരു ചെക്കൻ്റെ മുഖത്ത് കേക്കൊക്കെ തേക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ എല്ലാവരും നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ.
ചെക്കനും കേക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. കേക്ക് കാണാനുള്ള സ്റ്റൈൽ പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളതായ രീതിയിൽ സെറ്റ് ചെയ്തതാണെങ്കിൽ കൂടിയും സംഭവം അടിപൊളിയായിട്ടുണ്ട്. കുട്ടികളതായാലും വലിയവരതായാലും ചെക്കൻ്റെതായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇനി കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ചെക്കന് പല സ്ഥലത്തും പോകാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഞങ്ങൾ കയ്യോടെ പിടിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി കേക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പം ആദ്യം തന്നെ കുട്ടിക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വലിയ പീസൊക്കെ ആക്കിയിട്ട് മക്കൾക്കുള്ളത് ആദ്യം തന്നെ കൊടുത്തു കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ളത് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും വന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ കുറച്ച് സൊറൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എല്ലാവരും വീടും തൊട്ടടുത്ത് തന്നെ. ഞങ്ങൾ നൈബേഴ്സ് ആണെങ്കിലും ഒരു റിലേറ്റീവ്സിനേക്കാൾ കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ലോസ് നൈബേഴ്സ് ആണെങ്കിലും ഇതിൽ 2-3 പേരൊക്കെ മാറി താമസിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.